Hi friends, welcome to my channel. Battle Through the Heavens ഒറിജിനൽ വേർഷൻ്റെ 1 to 6 എപ്പിസോഡ്സ് ആണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വുടാൻ സിറ്റി 3 പ്രമുഖ ക്ലാൻസ് കൺട്രോൾ ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ബാറ്റിൽ ഫീൽഡാണ്. ഇവിടെ സ്ട്രെങ്ത്തിൻ്റെ മെഷർമെൻറ്റ് പണമല്ല, ഡൗക്കിയാണ്. ഡൗക്കി എന്നത് ഒരു വാരിയറിൻ്റെ ജീവശക്തി പോലെയാണ്. അത് കൾട്ടിവേറ്റ് ചെയ്ത് 10 സ്റ്റേജസ് ഓഫ് ഡൗസി ക്യൂ ക്രോസ് ചെയ്താലേ നെക്സ്റ്റ് റെലത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഇവിടെ 10th സ്റ്റേജ് വരെ എത്തിച്ചേർന്നവർ മാത്രം ഡൗസിയായി മാറും. ഇതുപോലെയുള്ള ഒരു വേൾഡിലാണ് സിയോ യാൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. വുടാൻ സിറ്റിയിൽ 3 പ്രമുഖ ക്ലാൻസ് ഉണ്ട്. സിയാവോ ക്ലാൻ, ലീഡർ സിയാവോ സാൻ. ജിയാലി ക്ലാൻ, യങ് മാസ്റ്റർ ജിയാലി ആവോ. പിന്നെ ആവോവു ക്ലാൻ. 3 വർഷം മുമ്പ് വരെ സിയാവോ സാൻ്റെ മകൻ സിയാവോ യാൻ ഒരു ജീനിയസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ 3 സ്റ്റാർ ഡൗസി ക്യൂവിൽ സ്റ്റക്കാണ്. ഈ ഒരു ബലഹീനതയെ യൂസ് ചെയ്യുന്നത് സിയാവോ ക്ലാൻ്റെ റൈവൽസാണ്. വുടാൻ സിറ്റിയിൽ സിയോ ക്ലാൻ്റെ അണ്ടറിൽ വരുന്ന മാർക്കറ്റ്സ് അവരുടെ കൈക്കലാക്കാൻ വേണ്ടി. ഒരു ദിവസം ക്ലാൻ മീറ്റിങ്ങിൻ്റെ ഇടയിൽ യുൻലാൻ സെക്റ്റിൽ നിന്നും നളൻ യൻറാൻ എൽഡർ ഗീയി വരുന്നു. സിയാവോ സാനും നളൻ യൻറാനും ചൈൽഡ്ഹുഡ് എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. നളൻ യൻറാൻ പബ്ലിക്കായി എൻഗേജ്മെൻറ്റ് ക്യാൻസൽ ചെയ്യുന്നു. റീസൺ യൂസ്ലെസ് ബോയ് എന്ന് പറഞ്ഞുകൊണ്ട്. പവർ ഇല്ലാത്ത ഒരാളെ യുലാൻ സിറ്റിയിലോട്ട് കൊണ്ടുപോകുവാൻ എൽഡർ ഗീയിക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ ഇത് സിയോയാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവൻ ചലഞ്ച് ചെയ്യുന്നു. 3 വർഷം കഴിഞ്ഞ് യുൻലാൻ സെക്റ്റിൽ നമ്മൾ ഫൈറ്റ് ചെയ്യും. അതായിരുന്നു 3 ഇയർ എഗ്രിമെൻറ്റ്. ഈ എഗ്രിമെൻറ്റ് സിയാവോ ക്ലാനിന് 3 വർഷം പൊളിറ്റിക്കൽ സേഫ്റ്റി നൽകുന്നു. ഹ്യൂമിലിയേഷൻ കഴിഞ്ഞ് സിയാവോ സാൻ ഡിപ്രസ്ഡായി അമ്മയുടെ കല്ലറയിൽ പോകുന്നു. അവിടെ സിയാവോ നിങ് അവനെ പ്രൊവോക്ക് ചെയ്യുന്നു. സിയാവോ നിങ് അവൻ്റെ കസിനാണ്. പക്ഷേ സിയാവോ സണ്ണർ അവനെ സപ്പോർട്ട് ചെയ്യുന്നു. സിയാവോ സണ്ണർ സിയാവോ യാൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. അവൾ എപ്പോഴും സിയാവോ യാനെ സൈലൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അമ്മയുടെ കല്ലേറയുടെ മുമ്പിൽ വെച്ച് അവൻ്റെ അമ്മ കൊടുത്ത റിങ് ഷൈൻ ചെയ്യുന്നു. പെട്ടെന്ന് അതിൽ നിന്നൊരു സ്പിരിറ്റ് വരുന്നു. യാവോ ലാവോ അഥവാ യാവോ ചെൻ, ഒരു പവർഫുൾ ആൽക്കമിസ്റ്റ്. അവൻ പറയുന്നു, നിൻ്റെ ഡൗക്കി ഇത്രയും നാൾ ഞാനാണ് അബ്സോർബ് ചെയ്തത്. ഇത് കേട്ടപ്പോൾ സിയാവോ യാൻ ഞെട്ടിപ്പോയി. കാരണം അവൻ ഇത്രയും നാൾ പവർലെസ് ആയിരുന്നത് ഈ ഒരു സ്പിരിറ്റ് കാരണമാണെന്ന് അവന് മനസ്സിലായി. പക്ഷേ യാവോ ചാൻ അവനൊരു ഓഫർ കൊടുക്കുന്നു. എന്നെ ഗുരുവായി അക്സെപ്റ്റ് ചെയ്താൽ 1 വർഷത്തിനുള്ളിൽ നിന്നെ തിരിച്ച് സ്ട്രോങ് ആക്കാം. സിയാവോ സാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. റിയൽ ജേണി ഇവിടെയാണ് തുടങ്ങുന്നത്. യാവോ ചാൻ സിയാവോ യാന് ഫസ്റ്റ് ടാസ്ക് നൽകുന്നു, മെഡിസിനൽ ഇൻഗ്രീഡിയൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സിയോ യാൻ്റെ കയ്യിലാണെങ്കിൽ ക്യാഷ് ഇല്ല. അവൻ അവൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായ സണ്ണറിൻ്റെ അടുത്ത് നിന്നും പൈസ കടം എടുക്കുന്നു. മാർക്കറ്റിൽ ഇൻഗ്രീഡിയൻസ് പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ ക്ലാനിലുള്ളവർ അവനെ കളിയാക്കുന്നു. പക്ഷേ സണ്ണർ അവരെ എതിർക്കുന്നു. ഇവിടെ നമ്മൾ കാണുന്നത് റൈവറിയാണ്. സിയാവോ ക്ലാൻ എപ്പോഴും ഒറ്റയ്ക്കാണ്. ബാക്കി 2 പ്രമുഖ ക്ലാൻസ് സിയാവോ ക്ലാനെ അവിടെ നിന്ന് മാറ്റാനാണ് നോക്കുന്നത്. പിന്നീട് യാവോ ചെൻ സിയാവോ യാനെ ആൽക്കമി കാണിക്കുന്നു. ഫസ്റ്റ് ടൈം ഫൗണ്ടേഷൻ എലിക്സർ റിഫൈൻ ചെയ്യുന്നു. സിയാവോ യാൻ ഫസ്റ്റ് ടൈമാണ് ആൽക്കമി വേൾഡ് കാണുന്നത്. ട്രെയിനിങ് മൂലം സിയാവോ യാൻ 3 സ്റ്റാറിൽ നിന്നും 4 സ്റ്റാർ ആകുന്നു. കോമ്പാക്റ്റ് ഏരിയയിൽ സണ്ണർ പ്രാക്ടീസ് ചെയ്യുന്നു. സണ്ണർ അവനൊരു ടെക്നിക് ഗിഫ്റ്റായി നൽകുന്നു. പക്ഷേ അവൻ്റെ ഗുരു സിയാവോ യാന് ബെറ്റർ ആയിട്ടുള്ളൊരു ടെക്നിക് കൊടുക്കുന്നു, ഒക്ടെയിൻ ബ്ലാസ്റ്റ്, ഹൈ ലെവൽ ഹൈ ഡിഫിക്കൽട്ടി. പക്ഷേ ഒക്ടെയിൻ ബ്ലാസ്റ്റ് കിട്ടണമെങ്കിൽ കണ്ടിന്യൂസ് ഫൗണ്ടേഷൻ എലിക്സർ വേണം. ഇൻഗ്രീഡിയൻസിന് ഷോർട്ടേജ് ഉണ്ട്. ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം സിയോ സാൻ വേഷം മാറി ഓപ്ഷൻ ഹൗസിൽ ഒരു ബോട്ടിൽ സെൽ ചെയ്യുന്നു. ഓപ്ഷൻ മാനേജ് ചെയ്യുന്നത് യാഫേ. മിറ്റീർ ഓപ്ഷൻ ഹൗസ് മാനേജറാണ് യാഫേ.
മിറ്റിയർ ഫാമിലി ഒരു പവർഫുൾ ക്ലാനാണ്. സിയോയാൻ ഓപ്ഷനിൽ സെൽ ചെയ്യുന്ന എലിക്സർ മേടിക്കുന്നത് സിയോസാൻ, അവൻ്റെ അച്ഛൻ, അതും ഹൈ പ്രൈസിൽ. അച്ഛൻ അറിയില്ലായിരുന്നു ഇത് അവൻ്റെ മകൻ തന്നെ ഉണ്ടാക്കിയ എലിക്സറാണെന്ന്. അച്ഛൻ്റെ സ്നേഹം അവിടെ സ്ട്രോങ് ആയി കാണിക്കുന്നു. എൽഡേഴ്സ് എല്ലാവരും അൺഹാപ്പിയാണ്, ക്ലാൻ മണി വേസ്റ്റായി. പക്ഷേ സിയോസാൻ സ്റ്റിൽ സപ്പോർട്ട് ചെയ്യുന്നു. സിയോസാൻ ആ എലിക്സർ മേടിച്ചത് സിയാവോ യാന് വേണ്ടി തന്നെയാണ്, അവൻ്റെ കൾട്ടിവേഷൻ സ്ട്രോങ് ആകാൻ വേണ്ടി. സിയാവോ യാൻ ഇൻറ്റൻസ് ട്രെയിനിങ് നടത്തുന്നു. മെഡിസിനൽ ബാത്ത്, ഒക്ടെയ്ൻ ബ്ലാസ്റ്റ് മാസ്റ്ററി. ഫൈനലി അവൻ 7th സ്റ്റേജ് ഡോസി റീച്ച് ആകുന്നു. ടെസ്റ്റിൽ എല്ലാവരും ഷോക്കുമാകുന്നു. സിയാവോ മെയ് നേരത്തെ അവനെ കളിയാക്കി, പക്ഷേ ഇപ്പോൾ അവനെ അഡ്മയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഏജ് സെറമണിയായി. സിയാവോ നിങ് സിയാവോ യാനെ ചലഞ്ച് ചെയ്യുന്നു. സിയാവോ നിങ് സ്ട്രോങ് ആണ്, അവൻ ലെവൽ 8 ആണ്, പക്ഷേ സിയാവോ യാൻ 7. ഫൈറ്റ് നടക്കുമ്പോൾ സിയാവോ യാൻ 8th സ്റ്റേജിലേക്ക് ബ്രേക്ക് ത്രൂ സ്റ്റാർട്ടാകുന്നു. ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്ത് സിയാവോ നിങ് അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ ആ സിറ്റുവേഷനിലും സിയാവോ യാൻ ഡോമിനേറ്റ് ചെയ്യുന്നു. ഡെസ്പെറേറ്റായി സിയാവോ നിങ് ക്യൂ ഇൻക്രീസിംഗ് പിൽ യൂസ് ചെയ്യുന്നു. അത് ചീറ്റിംഗ് ആണ്. അവൻ്റെ ശക്തി ഇരട്ടിയായി. സിയാവോ യാൻ തൻ്റെ ഗുരു പഠിപ്പിച്ച ഒക്ടെയ്ൻ ബ്ലാസ്റ്റ് യൂസ് ചെയ്ത് വിജയം നേടുന്നു. എല്ലാവരും ഷോക്കായി. ഇത് ജിയാലി ക്ലാനെ വറി ചെയ്യുന്നു. ജിയാലി സസ്പെക്ട് ചെയ്യുന്നു സിയാവോ യാൻ ഒരു ആൽക്കെമിസ്റ്റിൻ്റെ ഹെൽപ്പ് കിട്ടുന്നുണ്ടോ എന്ന്. സോ ജിയാലി ക്ലാൻ ഒരു ആൽക്കെമിസ്റ്റിനെ വരുത്തുന്നു, ലിയൂക്സി. ആൽക്കെമിസ്റ്റ് ലിയൂക്സിയുടെ സഹായത്തോടെ റിജുവിനേറ്റിംഗ് എലിക്സർ ജിയാലി ക്ലാൻ മാർക്കറ്റിൽ സെൽ ചെയ്യുന്നു. സിയാവോ ക്ലാൻ്റെ ബിസിനസ് ഡൗൺ ആകുന്നു. സിയാവോ യാന് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യാൻ ഇൻഗ്രീഡിയൻസ് വേണം, പക്ഷേ ഇൻഗ്രീഡിയൻസ് മേടിക്കാൻ പൈസ വേണം. ഗുരുവിൻ്റെ സഹായത്തോടെ ബ്ലഡ് ക്ലോട്ടിംഗ് പൗഡർ സിയാവോ യാൻ ഓപ്ഷൻ ഹൗസിൽ സെൽ ചെയ്യാൻ കൊണ്ടുപോകുന്നു. ജിയാലി ക്ലാൻ്റെ ആൽക്കെമിസ്റ്റ് ലിയൂക്സിൻ്റെ വുമണൈസിംഗ് നേച്ചർ കാരണം അവർ ഓപ്ഷൻ ഹൗസിൻ്റെ മാനേജർ യാഫയെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ സിയാവോ യാൻ ഇൻ്റർവൈൻ ചെയ്യുന്നു. യാഫെ ഇംപ്രസ് ആകുന്നു. ജിയാലി ക്ലാൻ്റെ ഓവർ കോൺഫിഡൻസ് യാഫെയിനെ എഗെയിൻസ്റ്റായി തിരിച്ചു വരുന്നു. സിയോസാൻ ഡിസ്ഗൈസ് മാറ്റി താൻ ആരാണെന്ന് വെളിപ്പെടുത്തുന്നു. സിയോ ക്ലാനിനെ ഫുൾ ഇൻഗ്രീഡിയൻറ്റ് സപ്ലൈ സപ്പോർട്ട് ചെയ്യാൻ യാഫെ ഡിസിഷൻ എടുക്കുന്നു. അങ്ങനെ യാഫെയുടെ സപ്പോർട്ടിൽ സിയോ ക്ലാൻ മാർക്കറ്റ് തിരിച്ചു പിടിക്കാൻ തുടങ്ങുന്നു. അതായത് മാർക്കറ്റ് വാർ ഒഫീഷ്യലി സ്റ്റാർട്ടായി. എപ്പിസോഡ് 1 to 6 ഒരു സമ്മറി എന്ന് പറഞ്ഞാൽ ഹ്യൂമിലിയേഷനാണ് ആദ്യം. ആ ഹ്യൂമിലിയേഷനിൽ നിന്നും സിയാവോ യാന് മാസ്റ്ററെ കിട്ടുന്നു. മാസ്റ്ററിൽ നിന്ന് ട്രെയിനിങ്ങിൽ നിന്ന് പവറിൽ നിന്ന് റെസ്പെക്റ്റിൽ നിന്ന് മാർക്കറ്റ് വാറിലോട്ട്. സിയാവോ യാൻ ഇപ്പോൾ റിവെഞ്ച് ബോയ് അല്ല, അവനിപ്പോൾ സ്ട്രാറ്റജിക് പ്ലെയറാണ് ഇൻ വുടാൻ സിറ്റി. സിയാവോ യാൻ്റെ റിയൽ സ്ട്രെങ്ത് ഇനിയും പുറത്തു വന്നിട്ടില്ല. 3 വർഷം കഴിഞ്ഞ് യുൻലാൻ സെക്റ്റിൽ നടക്കുന്ന ഫൈറ്റ്, അതിനുവേണ്ടി അവൻ ഇപ്പോൾ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്നു. പക്ഷേ യുൻലാൻ സെക്റ്റിൻ്റെ റിയൽ പവർ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സിയാവോ യാൻ സ്ട്രോങ് ആകുന്നത് മാത്രം പോരാ, അവൻ എത്ര വലിയ ശത്രുക്കളെ എതിരെ നടക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞാൽ അടുത്ത എപ്പിസോഡ്സ് മിസ് ചെയ്യരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.